പിങ്കി വിശാൽ. വിശാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ നെയിം അല്ല. ഓക്കെ. വിശാൽ എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ പേരാണ്. കാണാത്തൊരു ബോയ് ഫ്രണ്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതേവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പോലും ആൾക്കറിയില്ല. ഇതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു അനുവിനെ അറിയാം, അനുശ്രീക്ക് അല്ലേ. പിന്നെ എന്റെ ചുറ്റിപ്പറ്റി എന്റെ ഫ്രണ്ട്സിനെ മാത്രമേ അറിയുള്ളൂ. ഓക്കേട്ടാ. ഡോറ് തുറന്നപ്പോ മഞ്ജിച്ചേച്ചി, അപ്പൊ ഞാനിങ്ങനെ അപ്പൊ മഞ്ജിച്ചിക്ക് അറിയില്ല ഞാനത് മലയാളിയാണെന്ന് പോലും അറിയില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു അടുപ്പം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഒറ്റൊരു കാരണം അനുശ്രീയാണ്. ഇതൊക്കെ ഗിഫ്റ്റാണ് എനിക്ക് ബർത്ത്ഡേ, പിന്നെ അതൊക്കെ ഡയമണ്ട്സ്, കുറേ ഗിഫ്റ്റ്, കുറേ ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ അലമാരയിൽ പകുതി മുക്കാൽ അനുവിൻ്റെ ഡ്രസ്സ് തന്നെയാണ് എല്ലാം. അത്രയും നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾ. ഹലോ അനു ചേച്ചി. അനു ചേച്ചിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്. ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും പോയി ഇങ്ങനെ പറയണം. ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അവളായിരിക്കും. ഓക്കെ. പിന്നെ മാമിന് അനുക്കുട്ടി എന്നാണ് ചെയ്യുന്നത്, അപ്പൊ അനുക്കുട്ടി തന്നെ വിളിക്കുന്നത്? അതെ അതെ, അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. എവിടെ പോയാലും പ്രാർത്ഥിക്കുന്നത് ഈ ബന്ധം ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം എന്നാണ്. എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? മേക്കപ്പ് ഇഷ്ടപ്പെട്ട് നല്ല ആട്ടാട്ടും ഞാൻ റോസിട്ട് എന്റെ കവിളെ കുഴിച്ചു പോയി, മൊത്തം കൊണ്ടുപോയി ഇവള് റോസിട്ടിട്ടോ. എന്താടി കാണിക്കണം എന്റെ ഹെയർ എന്നൊക്കെ ചോദിച്ചാള്. അനുസ്താര മഹിമ, ശ്വേത മേനൻ, ഇവര് മൂന്നുപേരുടെ ടൈമിൽ വിളിച്ച ആർക്ക് ഫസ്റ്റ് വിളിക്കണ ആരാണ്? അത് പറ്റത്തില്ല. മൂന്നുപേരും ഒരുമിച്ച് മെസ്സേജ്, പിങ്കി എനിക്ക് നാളെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് ആദ്യം സ്പോട്ട് കൊടുക്കും? അത് ടാസ്ക് ആണ്. ബ്ലൂടൂത്ത് ഇഞ്ചക്ഷൻ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ക്ലിനിക്കിൽ ചെയ്തപ്പോൾ എനിക്ക് അലർജിയാ വന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്ക് പക്ഷെ ഭയങ്കര പ്രശ്നമായിരുന്നത്. നമ്മൾ എന്താണെന്ന് അറിയാൻ നമ്മളുടെ ഒരു കൗമാരപ്രായമുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ജെൻഡർ എന്താണെന്ന് പറയാം. അതിന് മുമ്പ് നമ്മൾ കളിക്കുന്നു, നമ്മൾ പോകും, നമുക്ക് നമ്മുടെ വികാരവിചാരങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. ടോയ്ലറ്റ് വലിയൊരു പ്രശ്നമാണ്. ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ പോയാൽ പോലും സർജറി കഴിയാത്തതുകൊണ്ട് ഏതിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം വെച്ചാൽ അത് മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ചേച്ചി ഞാനാണ് കല്യാണം കഴിച്ച് വിട്ടത്. 20 പവന് 1 ലക്ഷം രൂപയും കൊടുത്ത് ശ്രീധനം കൊടുത്ത് ഞാൻ കല്യാണം നടത്തിയ ഒരാളാണ്. സജീഷിൽ നിന്ന് പിങ്കിലേക്കായത് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം ഇപ്പം ഞാനായിട്ടാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. സോ ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു പ്രോമിനൻറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അനുസിത്താര, അനുശ്രീ, മഹിമ, സാനിയ, അങ്ങനെ ഒരുപാട് പേർക്ക് മേക്കപ്പ് ചെയ്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒപ്പം തന്നെ പുള്ളിക്കാരി ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. സോ ഹിയർ വി ജോയിൻ വിത്ത് പിങ്കി വിശാൽ. ഹായ് പിങ്കി മാം. ഹായ്. സോ പിങ്കി മാം, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഹാപ്പി ഫ്രെയിംസിൽ വന്നിട്ട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പിങ്കി വിശാൽ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഈ പിങ്കി എന്നുള്ള പേര് ഭയങ്കര ക്യൂട്ടാണ്. ഈ പിങ്കി വിശാൽ, അപ്പൊ ആ പേരിനെ പറ്റിയിട്ടൊന്ന് അതെവിടെന്നാ, എൻ്റെ ഒറിജിനൽ എവിടെന്നാ? ശരിക്കും എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ SLC കഴിഞ്ഞപ്പോൾ ഞാൻ +1 പഠിക്കുന്ന ടൈമിൽ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം എൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ട് ആ ടൈമിൽ കമ്പനി ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി എന്നെ കണ്ട് എൻ്റെ പോലത്തെ ആളുകൾ വന്ന് തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായൊരു സിയാദ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ കമ്മ്യൂണിറ്റി സെയിം ആയിട്ടുള്ള ആള് എന്നെ പിങ്കി മോളേന്ന് വിളിച്ച് ഫസ്റ്റ് ആയിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ +1 ആവുന്ന ടൈമിൽ അങ്ങനെ വിളിച്ച്. പിന്നെ ഷോപ്പിന്റെ അപ്പുറത്തുള്ളവരൊക്കെ എന്നെ ഇങ്ങനെ പിങ്കി മോളെ ആ വിളി എന്നെ വിളിച്ച് അങ്ങനെയാണ് എന്നെ പിങ്കി എന്ന് പറഞ്ഞ പേര് എനിക്ക് അവിടെ വരാൻ കാരണം. വിശാൽ എങ്ങനെ പിങ്കി വിശാൽ എന്ന് പറയുമ്പോ? വിശാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ നെയിം അല്ല. വിശാൽ എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ പേരാ. അത് ഞാന് കാണാത്തൊരു ബോയ് ഫ്രണ്ട് ഇതേവരെ കണ്ടിട്ടില്ല. അതെന്ന് വെച്ചാല് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ എനിക്ക് മൊബൈൽ ഉണ്ടായില്ല. അപ്പൊ അന്ന് ആ ടൈമിൽ നോക്കിയോയുടെ മൊബൈലാണ് ഇറങ്ങുക. പിന്നെ റിലയൻസ് ആയിരുന്നു നോക്കിയോക്ക് മുമ്പ് ഉണ്ടായത്. അന്ന് BPL കണക്ഷനാ, വോഡാഫോൺ ഒന്നും അറിഞ്ഞില്ല, ഹച്ചു അറിഞ്ഞില്ല, BPL ആയിരുന്നു. അന്ന് നമ്മൾ സിം എടുക്കുമ്പോൾ 200 രൂപ കൊടുത്തിട്ടാണ് സിം എടുക്കേണ്ടത്. അന്നത്തെ ആ ചെറിയ മൊബൈലാണ്, ബ്ലാക്ക് ഇതായിട്ടുള്ള കളർ ഇതൊന്നും. അപ്പൊ അതിൽ ആ മൊബൈലിൽ സിം ഇട്ടപ്പോൾ വിശാൽ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ടായി.
അപ്പൊ ഇങ്ങനെ കുറെ പണ്ടൊക്കെ വെച്ചാൽ നമ്പറുകൾ ഇങ്ങനെ ഉണ്ടാവും. സിം ഇട്ടാലും മൊബൈൽ ഇട്ടാലും സോഫ്റ്റ്വെയർ ഇത് കളയില്ല. അപ്പൊ അതിലിങ്ങനെ സേവ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് ഡിലീറ്റ് അങ്ങനെ സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിശാലിന്റെ നമ്പറുണ്ട് പോയി, ഡയലായിട്ട് പോയി. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചു. അപ്പം പിങ്കിയാണ്, ഇത് ആരാ പറഞ്ഞല്ല, എൻ്റെ ഫോണിൽ ഇങ്ങനെ വിശാലിന് കണ്ടു. അല്ല ഞാനിവിടെ എറണാകുളത്ത് എളമക്കരയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിപ്പം എന്താ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ പഠിക്കുകയാണ് ഡിഗ്രിക്ക്, അതിൻ്റെ പാർട്ട് ടൈം ആയിട്ട് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് സംസാരത്തിൽ തോന്നി ഇത്തിരി ഞാനിങ്ങനെ ഷൈ ടൈപ്പാണെന്നുള്ളപ്പോൾ. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് ഓർക്കുഡ് അതേപോലെ ഫേസ്ബുക്ക് ഒക്കെ വരുന്ന മുമ്പ് ഓർക്കുഡ് ഉണ്ടായി. ഈ ഓർക്കുഡ് വരുന്നതിന് മുമ്പ് എനിക്ക് മെയിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ജിമെയിൽ വരുമ്പോൾ യാഹു ആയിരുന്നു. അപ്പം ഞാൻ ഈ പിങ്കി, എൻ്റെ അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്, പിങ്കി സുബ്രഹ്മണ്യൻ എൻ്റെ വീട്ടും പേര്, ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ഒരു മാച്ച്. അങ്ങനെ ഞാനിത് പിങ്കി വിശാലിന് ഇട്ട് അത് yahoo.com എന്ന് പറഞ്ഞിട്ടപ്പോഴ് അത് സെറ്റായി. ആരോടും ചോദിച്ചിരുന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ കഫേയിൽ പോയി ചെയ്തതാണ്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഓർക്കുഡിലിട്ടു, പിന്നെ ഫേസ്ബുക്കിലിട്ടു അങ്ങനെ. പക്ഷെ ഈ ആളെ ഞാൻ ഇതേവരെയും കണ്ടിട്ടില്ല ഇതേവരെ. പിന്നെ ആ നമ്പറും പോയി. ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പോലും ആൾക്കറിയില്ല. ഞാനിട്ട് ഇടയ്ക്കിട്ട് സ്വപ്നം കാണും ആള് കല്യാണം കഴിച്ച് UK-ലായിരിക്കും, ഭാര്യ 2 കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ സ്വപ്നത്തിലുണ്ട്. പക്ഷെ അത് സത്യമാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മേ ബി ആ വിശാൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക വിശാലിന്റെ അടുത്ത് പറയാനുള്ളത്? കാണുന്നുണ്ടെങ്കിൽ വിഷ്വലൈസ് ഉണ്ടോ വിശാൽ എങ്ങനെ ഇരിക്കുന്നത്? വിശാല് തടിച്ചിട്ട് കുറച്ച്, കാരണം GPRS എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് മൊബൈലിൽ, ഫോട്ടോ അയച്ചു തരാന്നുള്ളത്. അതിങ്ങനെ വാട്സപ്പ് വന്നിട്ടില്ല ആ ടൈമിൽ, ആ കാലത്ത്. അപ്പൊ ആ സമയം GPRS വഴി അയച്ചിട്ട് അത് ക്ലിയർ ആയില്ല എൻ്റെ ഫോണിൽ. അപ്പൊ ഒരിങ്ങനെ തടിച്ചിട്ടുള്ളൊരു ലുക്കാണ്, ബ്രാഹ്മണാന്ന് എനിക്കറിയാം. അതെന്നോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ അമ്മ മരിച്ച, അച്ഛനും ഞാനും അനിയനും മാത്രമല്ല എൻ്റെ കല്യാണം നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് ഇതിന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അനുവിനെ അറിയാം, അനുശ്രീക്ക്. പിന്നെ എന്റെ ചുറ്റിപ്പറ്റി എന്റെ ഫ്രണ്ട്സിനെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാരും വിചാരിച്ചു ശരിക്കും ഞാനൊരു ട്രാൻസ്ജെൻഡർ ആവണേ മുമ്പാണായിരുന്ന സമയത്തുള്ള പിങ്കി വിശാൽ എന്നുള്ള പേരാണ് മൊത്തത്തിൽ എല്ലാവരും. അപ്പൊ പണ്ടാണെങ്കിലും വിശാൽ എന്നുള്ള പേരെന്ന് ചോദിക്കും, പറയാ എന്ന് പറയും. പക്ഷെ ഈ കഥ പറയാറില്ല. മാം ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിൽ. അത് ഏത് ഇയറിലായിരുന്നു? അത് 2014. ഞാൻ ശരിക്കും 2012 പട്ടണ ഋഷി സാറിന്റെ അക്കാദമിയിൽ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് മേക്കപ്പ് കോഴ്സ് ചെയ്തത്. ഒരു 1.5 വർഷത്തെ കോഴ്സാണ്. മേക്കപ്പ്, ഹെയർ, സ്കിന്ന്, ഇങ്ങനെ 3 അപ്പൊ ആ ടൈമില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എനിക്ക് ഏറ്റവും മേക്കപ്പ്, അതായത് ഒരു സലൂണിൽ വർക്ക് ചെയ്യണം അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പണ്ടെന്ന് പറഞ്ഞ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര കുറവാണ് ആ സമയത്ത്, ഈ 12 ടൈമിലൊക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ എനിക്ക് മേക്കപ്പിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെയാണ് ഞാൻ കോൺവെന്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് അവിനാഷിനായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അവിനാഷ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യണം. അന്ന് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാമില്ല. ഇങ്ങനെ മെസ്സേജ്, ഒരു വർക്ക് ഉണ്ട്, ഫ്രീ ആണെങ്കിൽ വായോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ എനിക്കറിയില്ല മഞ്ജു ചേച്ചിയുടെ ഹൗ ഓൾഡ് ആർ യു ആണെന്ന്, ഒരു മൂവി ഉണ്ടെന്ന് പറയാം. അധികം അതെ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അവിനാഷ് വിളിച്ചിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് മൂവിയിൽ ജോയിൻ ചെയ്യണത്. അപ്പോഴാണ് ഇങ്ങനെ മഞ്ജു ചേച്ചിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണ് അതിലൊരു 10 ദിവസം വർക്ക് ചെയ്തത്. അതെനിക്കറിയില്ല മഞ്ജു ചേച്ചിയുടെ പടാണെന്ന്. നേരെ ഡ്രീംസ് ഹോട്ടലുണ്ട്, അവിടെ അവിനാഷിനായിട്ട് പോവാണ്. പോയിട്ട് ജാൻമണി ഉണ്ട് കൂടെ. ജാൻമണി കാരണം മഞ്ജുക്ക് സ്ഥിരം ചെയ്തത്. അപ്പൊ അന്ന് ആ ടൈമില് മൂവിക്ക് അപ്പൊ ആ സ്റ്റാർ സ്റ്റൈൽ ഫസ്റ്റ് കവർ പേജ് ജാൻമണിയാണ് ചെയ്തത്. ആ ടൈമില് ജാൻമണിക്ക് ചെയ്യാൻ പറ്റാണ്ട് അപ്പൊ അവിനാഷിനെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനും അന്നാണ് തോന്നുന്നത്, അതായത് മഞ്ജു ചേച്ചിയുണ്ട്. അപ്പൊ ഡോറ് തുറന്നപ്പോ മഞ്ജു ചേച്ചി, അപ്പൊ ഞാനിങ്ങനെ മഞ്ജുത, അപ്പൊ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, മേക്കപ്പ് പഠിക്കണം, നമ്മൾ അസിസ്റ്റന്റ് അല്ലേ. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് അപ്പൊ മഞ്ജുജിക്ക് അറിയില്ല ഞാനത് മലയാളിയാണെന്ന് പോലും അറിയില്ല. അപ്പൊ ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യണ സമയത്ത് ഹെയർ സ്റ്റൈലിസ്റ്റും വന്ന് അസിസ്റ്റന്റ് ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു. ഫസ്റ്റ് ഡേ ആണ് ഹവൾഡാറും. അങ്ങനെ ചേച്ചി എന്നെ ഹിന്ദിയിൽ പറഞ്ഞപ്പോ അവിനാഷ്, അയ്യോ ഹിന്ദി അല്ല, ആസാമല്ല, മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാ? അപ്പൊ പറയാണ് തൃശ്ശൂരാണ്. ചോദിച്ചാൽ എവിടെ? കൊടുങ്ങൂല. അപ്പൊ ചേച്ചിയുടെ വീട് അവിടെ തൃപ്രാറാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയാന്ന് പറഞ്ഞു. ടെൻഷനല്ല, നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. മഞ്ജു ചേച്ചി സിനിമ ഫസ്റ്റ് ടൈം അല്ലേ. അതെ അതെ. മഞ്ജു ചേച്ചിയുടെ കംബാക്ക് ആയിരുന്നല്ലോ ഹവോൾഡാരി. അപ്പൊ അന്നത്തെ മഞ്ജു ചേച്ചി ഇന്നത്തെ മഞ്ജു ചേച്ചി ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ, ഭയങ്കര ചേഞ്ച് ആണ്, ഭയങ്കര ഇൻഫ്ലുവൻസിംഗ് ആണ് ആസ് എ വുമൻ. അതെങ്ങനെ നോക്കി കാണാം അന്ന് വർക്ക് ചെയ്തുള്ള ആളെന്ന രീതിക്ക്? ചേച്ചി അന്ന് ടൈമിൽ ചേച്ചി എനിക്ക് തോന്നുന്നു തുടക്കല്ലേ, ചേച്ചിക്ക് എക്സ്പീരിയൻസ് ഇല്ല, 14 വർഷങ്ങൾക്ക് ശേഷം വന്നതാണ്.
അതിനുശേഷം അന്നോടെങ്കിൽ മനുഷ്യരുടെ മെസ്സേജ് ചെയ്യും. എന്തെങ്കിലും ഞാനിപ്പോൾ അല്ലെങ്കിൽ കാറ് വാങ്ങേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചേച്ചിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. ചേച്ചി ഞാനിങ്ങനെ വെക്കാറുണ്ട്. ഇപ്പോഴും മെസ്സേജ് എനിക്ക് റിപ്ലൈ തരാറുണ്ട് ചേച്ചി. കാരണം വെച്ചാൽ എൻ്റെ തുടക്കം ചേച്ചിയുടെ പടം ചേച്ചിക്ക് അറിയാം. അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരുപാട് ചേച്ചി മാറിയല്ലോ, നല്ല മാറ്റമായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചേച്ചിയുടെ അസിസ്റ്റന്റ് ആയിട്ട് പിന്നെ ചേച്ചിയുടെ ഒപ്പം ഞാൻ ആഡും സ്വന്തമായിട്ട് വർക്ക് ചെയ്തു. ചേച്ചിക്ക് ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്തു ഒരു ആഡിന്. ഇപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ പതുക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സോളോ ആയിട്ട് ലീഡ് ചെയ്യാൻ തുടങ്ങി. അതെന്താ അസിസ്റ്റന്റ് ആയിട്ട് ചിലപ്പോ അങ്ങനെ വിചാരിച്ചില്ല അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ പോയാൽ? ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കയറുന്നത്. 2012 പറഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. 1.5 വർഷമാണ് 2 വർഷം കഴിയ കോഴ്സ്. അപ്പൊ അന്ന് ഞാൻ പട്ടണത്ത് പഠിക്കാൻ ചെല്ലുമ്പോ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെല്ലണത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരു 20-22 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര നോട്ടം, അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടായി. കുറച്ച് പേര് മാത്രം സപ്പോർട്ട് ചെയ്തോളൂ ആ ടൈമിൽ. എന്നിട്ട് ഞാൻ മഞ്ജു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ചവര് പോലും പറഞ്ഞിട്ടുണ്ട് കൊട പിടിക്കാനല്ലേ പോയെന്ന് ആ ടൈമിൽ. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോ നോക്കുമ്പോ നമുക്ക് ആ ആർട്ടിസ്റ്റിനെ മേക്കപ്പ് ചെയ്യാനും പറ്റി. ഒരുപാട് ആർട്ടിസ്റ്റിനെ ഈ പറഞ്ഞ കൂടെ ഉള്ള വർക്ക് ചെയ്തവരൊന്നും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഇല്ല. വർക്ക് എല്ലാവരും പഠിച്ചവരൊന്നും ഇല്ല. അത് അവർക്കുള്ള റിവെഞ്ച് ആണല്ലോ പിങ്കി, അല്ലേ? ഡെഫിനറ്റ്ലി നല്ലൊരു റിവെഞ്ച് ആണ്. അനുശ്രീ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് പിങ്കിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തത് തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു അനുശ്രീക്കാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അതെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് പെട്ടെന്ന്, അതായത് അനുവിനിക്ക് കണ്ണ് അടച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ 2017 തുടങ്ങിയുള്ള മേക്കപ്പ് ആണ്. പിന്നെ അതൊന്നും തന്നെയല്ല, ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഏറ്റൊരു കാരണം അനുശ്രീയാണ്. കാരണം വെച്ചാല് ഞാൻ അതിക്ക് മുമ്പ് 14 തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റ് ദീപ്തി സതി, അതേപോലെ തന്നെ നമിത, കുറേ പേർക്ക് ഹെയർ മേക്കപ്പ് ഒക്കെ ഒരു ആഡും ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അതേപോലെ എനിക്കൊരു എൻ്റേതൊരു ഐഡിയ ഉണ്ടാക്കി തന്ന അനു. അതൊന്നും ഞാൻ പിന്നെ അതും തന്നെയല്ല അനുവിനെ സംബന്ധിച്ച് ഞാൻ അനു എന്ന് പറഞ്ഞിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് തമ്മിലുള്ള ഒരു ബന്ധമല്ല. അതിനുപരി അനുവിന്റെ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. എൻ്റെ ഫാമിലി ആയിട്ടും അനു ഭയങ്കര പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മാമിന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ അനുശ്രീ മോർ ദാൻ 7 days ഒക്കെ എല്ലാം 7 ശരിക്കും അന്ന് സർജറി കഴിഞ്ഞത് മെഡിസിറ്റിയിലാണ്. അന്ന് ഞാൻ 9 ദിവസം 10ാമത്തെ ദിവസം ഡിസ്ചാർജ്. അന്ന് അതായത് അഡ്മിഷൻ ആവുന്ന ടൈം മുതൽ ഡിസ്ചാർജ് വീട്ടിൽ എന്നെ ആക്കി തന്നിട്ടാണ് തിരിച്ചു പോയത്. അത്രയും ദിവസം എൻ്റെ കൂടെ രാവും പകലും അവിടെ ഹോസ്പിറ്റലിൽ. അതും തന്നെ എനിക്ക് അത്രയും വയ്യാണ്ട് ഇങ്ങനെ സർജറി നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ആ സമയത്ത് കഞ്ഞി വാരിത്തരാതെ അതൊന്നല്ല. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ കാണാൻ വരുമ്പോഴും ഇവരിനെ വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ അതനുസരിച്ച് ഫ്രണ്ട്സ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ പ്ലേറ്റ് എടുത്തിട്ട് ഇവർക്ക് ചായ മേടിക്കാൻ പോകും. അപ്പൊ അവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും അവിടെ ഉള്ള പേഷ്യന്റ് കാണാൻ വരുന്നവർക്ക് ഇങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കിക്കും. അതായത് ഇത്രയും പ്രശസ്തമായിട്ടൊരു നടി ചായ മേടിക്കാനായിട്ട് ആ ചായയും കൊണ്ട് ഇവരെല്ലാവർക്കും അത്ഭുതമായിരുന്നു റീനയില്. അനുശ്രീക്ക് ഫസ്റ്റ് ഒഫീഷ്യൽ ആയിട്ട് മേക്കപ്പ് ചെയ്ത ഏത് ലുക്കായിരിക്കും? ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്യണത് സലീം കുമാർ ചേട്ടൻ ഡയറക്ട് ചെയ്തൊരു പടമുണ്ട്, ദൈവമേ കൈത്തൊഴാം. അതില് അവിടെ നിന്നാണ് കണക്ഷൻ. അപ്പൊ അതിന്റെ കൺട്രോളർ ബാദുഷയാണ്, ബാദുക്ക. അപ്പൊ ഇങ്ങനെ അനുവിന് ആരോ ഹെയർ മേക്കപ്പ് ചെയ്തപ്പോ സെറ്റ് ആയില്ല. അപ്പൊ അനു പറഞ്ഞു എനിക്ക് നല്ലൊരാളെ വേണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ബാദുക്ക എന്നെ വിളിക്കേപ്പിങ്ക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബാറ്റൊന്നും പറ്റില്ല, എനിക്ക് എക്സ്ട്രാ പൈസ തന്നാൽ ഞാൻ വരാന്ന് പറഞ്ഞു. ഇത്രയും പെരടി ഇത്രയും നിനക്ക് തരാം, നീ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അനുവിന് എന്റെ ഹെയറോ അല്ലെങ്കിൽ മേക്കപ്പോ എല്ലാം ഇഷ്ടം. എന്റെ അനുവിന് ഞാൻ ഭയങ്കര കംഫർട്ടായി. അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം. പിന്നെ ഓരോ വർക്ക് വരും തോറാൻ ഇങ്ങനെ എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ വരും 2017 തോന്നുന്നത് ഷൂട്ടിങ്. പിന്നെ അവിടെ അങ്ങനെ ഫുള്ള് പിന്നെ അനുവിന്റെ ഒപ്പമായി. മോർ ദാൻ ഫ്രണ്ട്സ്, നിങ്ങളൊരു സിസ്റ്ററിനെ പോലെയാ. കുറെ ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഒരുപാട് ഗിഫ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ മാലില്ലേ, ഇത് ശരിക്കും ഫാമിലി മാലയാണ് അനുവിന്റെ. വീട്ടിലെല്ലാവർക്കും ഉണ്ട്. അനുവിനെ, ബ്രദറിനെ, അമ്മയ്ക്ക്, അച്ഛനൊക്കെ ഈ സെയിം ഇത് തന്നെ. കറക്റ്റ് തന്നെയാണ്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ്. അതേപോലെ ഇതിലുള്ള ഇതൊക്കെ ഗിഫ്റ്റ് ആണ് എനിക്ക് ബർത്ത്ഡേ. പിന്നെ അതൊക്കെ ഡയമണ്ട്സ്, കുറെ ഗിഫ്റ്റ്, കുറെ ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ അലമാരയിൽ പകുതി മുക്കാൽ അനുവിന്റെ ഡ്രസ്സ് തന്നെയാണ് എല്ലാം. അത്രയും ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങള്. ഇത് കേട്ടപ്പോ ഞാനൊരു റിക്വസ്റ്റ്, നമ്മള് അനുശ്രീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താന്ന് വെച്ചാൽ മാമിന്റെ വേർഷൻ ഇപ്പൊ കേട്ടു. അപ്പൊ അനുശ്രീക്കും മാമിനും കുറച്ച് പറയാനുണ്ടാവില്ല. അപ്പൊ ഒരു റിക്വസ്റ്റ് ഒന്ന് കോൾ ചെയ്യാൻ. ഷൂട്ടിലാണോ എന്തെങ്കിലും പ്രോഗ്രാം അറിയില്ല, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും.
ഹലോ അനു. ഞാൻ സ്പീക്കർ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓൺലൈൻ ചാനൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആങ്കറിനൊന്ന് സംസാരിക്കണം എന്ന് പറയുന്നത് എന്തോ കാര്യം ചോദിക്കാനാണ്. കൊടുക്കട്ടെ? ഹലോ അനു ചേച്ചി. ഹായ് ഹായ്. ഞാൻ സൂരജാണ്, നമ്മൾ ഹാപ്പി ഫ്രെയിംസിലൊക്കെ വിളിക്കുന്നത്. പിങ്കി മാം ഇപ്പോൾ നമുക്ക് ഇന്റർവ്യൂ തന്നപ്പോൾ അനു ചേച്ചിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട്. അത് ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും പോയി ഇങ്ങനെ പറയണം. അത് പഠിപ്പിച്ചു കൊടുത്തുന്നല്ല. പക്ഷെ ഹാവ് ടു അഡ്മിറ്റ് വൺ തിങ് ദാറ്റ് ഞങ്ങൾ വന്നപ്പോൾ മുതൽ ലൈഫിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആരാളാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അനുവാണ്. പിന്നെ അനു ചേച്ചി കൊടുത്ത ഗിഫ്റ്റ് എല്ലാം ഇപ്പൊ അതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിങ്കിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പിങ്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറച്ച് നമ്മുടെ ഓഡിയൻസിൽ, കാരണം പിങ്കി ആണല്ലോ നമ്മുടെ ഗസ്റ്റ് നമ്മുടെ ഹാപ്പി ഫ്രെയിംസിലെ. ഓക്കെ, പിങ്കിനെ പറ്റി ഇപ്പൊ പറയാനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളാണ് ഞാൻ. കൊച്ചിയിൽ ഒരു ചെറിയൊരു ഫ്രണ്ട്സും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും, എന്റെ നാട്ടിലെ എന്റെ കസിൻസും എന്റെ ബ്രദറും. അപ്പൊ എന്റെ കൊച്ചിയിലെ ഗ്യാങ്ങില് പിങ്കിയും സജിത്ത്, സുജിത്ത്, ശാന്തി, അങ്ങനെ പിന്നെ ഞങ്ങളുടെ അസിസ്റ്റന്റ് കുട്ടി നീതി, ഇത്രയും പേരടങ്ങുന്ന ചെറിയ ഗ്യാങ് ആണ്. അപ്പൊ ഇതിലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. എങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതിൽ ഉള്ളതായിരിക്കും സജിത്ത്, സുജിത്ത് പ്ലസ് പിങ്കി. അതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യം പറയുന്ന, എന്റെ വീട്ടിലെ ആണെങ്കിലും ഞങ്ങളുടെ പ്രൊഫഷണൽ കാര്യമാണെങ്കിലും പേഴ്സണലി ഉണ്ടാകുന്ന വെരി പേഴ്സണൽ ആയിട്ടുള്ള മറ്റാരടുത്തും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം സ്പെൻഡ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അവളുടെ അടുത്തായിരിക്കും. അതിനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അവളെ ആയിരിക്കും ഒരു പക്ഷെ ഞാൻ, നീ എവിടെയാ, നീ ഫ്രീ ആണോ, ആരെങ്കിലും അടുത്തുണ്ടോ, ലൗഡ് സ്പീക്കർ ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അവളായിരിക്കും. പിന്നെ മാമിന് അനുക്കുട്ടി എന്നാണ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അനുക്കുട്ടി തന്നെ വിളിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അവളാണ് നോർമലി അനുക്കുട്ടി, കൊച്ച്, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ആ കൊച്ചങ്ങനെ പറയുന്നത്, എന്താ കൊച്ചെ, അങ്ങനത്തെ സംസാരങ്ങളൊക്കെ കൂടുതൽ പിങ്കിയാണ്. റൈറ്റ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈം ഹാപ്പി ഫ്രെയിംസ് നിങ്ങൾ രണ്ടുപേരും നമുക്ക് ഇന്റർവ്യൂ തരണം, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ഇറ്റ്. അപ്പൊ എന്തായാലും ഫിലിംസ് ഒക്കെ അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. കോൾ എടുക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പത്തനാപുരത്ത് അങ്ങോട്ട് പോകുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ആ പ്രോഗ്രാമിൽ അങ്ങനെ ആവുന്നു ചേച്ചി. പക്ഷെ വായി തോരാതെ സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കര അതിപ്പോ അനുവിന്റെ തന്നെ അല്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും ഞാൻ ഫസ്റ്റ് കോൾ ചെയ്യണ അനുവിനാണ്. എൻ്റെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കിയിട്ട്, എൻ്റെ ലൈഫിൽ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അനുവാണ്. ബാക്കി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും, ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞാൽ പോലും നമ്മളുടെ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ മനസ്സിലാക്കാന്നുള്ളത് ശരിക്കും പറഞ്ഞ അനുവാണ്. ഞാനത് എപ്പോഴും ഞാൻ അമ്പലത്തിൽ പോയാലും എവിടെ പോയാലും പ്രാർത്ഥിക്കണത് ഈ ബന്ധം ജീവിതകാലം മുഴുവൻ ഉണ്ടാവണം. ഇപ്പൊ എന്റെ മുന്നിൽ വളർന്നിരിക്കുന്ന ഒരു സക്സസ് ആയിട്ടുള്ള പിങ്കി, അതിനുണ്ടാക്കി എടുത്തതില് അനുശ്രീക്ക് വലിയൊരു പങ്കുണ്ടെന്ന് പറഞ്ഞാലേ സ്വർണ്ണു? അയ്യോ, വലിയ പങ്കാണ്. കറക്റ്റാണ്. പിന്നെ കാരണം ബാക്കി എല്ലാവരും മേക്കപ്പ്, ഹെയർ നമ്മൾ ചെയ്യും പോരും, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ആർട്ടിസ്റ്റ്. പക്ഷെ എന്നാൽ പോലും എന്നെ ശരിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയതാണ് അവന് തന്നെയാണ്. അതൊന്നും ഞാൻ കടപ്പാട് ഒരിക്കലും മറക്കത്തില്ല. പിന്നെ നമുക്ക് റാപ്പിഡ് ഫയർ ചെയ്തല്ല, കുറച്ച് ഫണ്ണും അതുപോലെ കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റെഡി അല്ലേ? ഓക്കെ, റെഡി. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത ഫേസ്? ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യാൻ ശരിക്കും പ്രൊഫഷണലായിട്ട് ഞാൻ പട്ടണത്ത് പഠിക്കുമ്പോൾ ആതിര ടെക്സ്റ്റൈൽസ്, ആതിര ജ്വല്ലറി ഉണ്ട്, മറൈൻ ഡ്രൈവിന്റെ അവിടെ ആതിരയുടെ വെഡിങ് ആണ് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ആണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ. ഫേവറേറ്റ് മേക്കപ്പ് ബ്രാൻഡ്, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ബ്രാൻഡ്? എനിക്കിപ്പോ ഇഷ്ടം ടാർട്ടാണ്. ടാർട്ടിന്റെ ആണ്. അത് തന്നെയാണ് എല്ലാ ബ്രൈഡൽസിനും. ഇപ്പൊ ബ്രൈഡ്സിനൊക്കെ കൂടുതൽ ഞാൻ കൺസീലറും ഫൗണ്ടേഷനും ആണെങ്കിലും ബ്ലഷ് ഒക്കെ ആണെങ്കിൽ അതിന്റെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഓൾ ടൈം കംഫർട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ്? അനുശ്രീ. അത് ഒരു വേറെ ഒന്നുമല്ല, എനിക്ക് അനുശ്രീ ഇല്ല. ഓക്കെ. ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ രഞ്ജു ഭയങ്കര ഇഷ്ടമല്ല? എന്റെ അമ്മയാണ് ശരിക്കും, എന്റെ കമ്മ്യൂണിറ്റിയിൽ എന്റെ അമ്മയാണ്. കാരണം വെച്ചാൽ എന്റെ സർജറി ടൈമിൽ എന്നെ വന്ന് കണ്ടതും പിന്നെ അതേപോലെ എന്റെ ഫംഗ്ഷൻ എല്ലാം നടത്തിയത് രഞ്ജം തന്നെയാണ്. വെസ്റ്റേൺ മേക്കപ്പ് ഓർ ട്രഡീഷണൽ മേക്കപ്പ്? ട്രഡീഷണൽ ആണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമല്ല. ഓക്കെ. വെസ്റ്റേൺ മേക്കപ്പിലും ട്രഡീഷണൽ മേക്കപ്പിലും ഈ ആക്ട്രസ് അടിപൊളിയാണ്. അപ്പൊ അത് വെസ്റ്റേണിലും ട്രഡീഷണലും
അപ്പോഴും ഞാൻ അനുവിനെ പറയും. രണ്ടിലും അടിപൊളിയാണല്ലേ? കൂടുതൽ ഞാൻ അനുവിനല്ലേ ചെയ്തിരിക്കുന്നത് രണ്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അനന്യ, സാനിയ, സ്വാസിക ഇവരിൽ ആർക്ക് മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്? അനന്യക്ക്. റീസൺ എന്തായിരിക്കും? കുറച്ചുകൂടി പെർഫെക്ഷൻ, എനിക്ക് കുറച്ചുകൂടി അങ്ങനെ വേണമെന്നൊക്കെ പറയോ? എനിക്ക് അങ്ങനെ പറയല്ല, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. സാനിക്കൊക്കെ പെട്ടെന്ന് കഴിയും. സാനിക്ക് അങ്ങനെ. ഓക്കെ. ബ്രൈഡ്സിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്. നമ്മൾ മേക്കപ്പിന് വരില്ലേ, മേക്കപ്പ് വരുന്ന 10 ബ്രൈഡൽ മേക്കപ്പ് ചെയ്താലും 8 പേരെ ഹെയറിലും ഓയിൽ ഉണ്ടാവും. അത് ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മൾ എത്ര പറഞ്ഞ ഷാമ്പു വാഷ് ചെയ്ത് നന്നായി വരുന്നത്, ഇന്നലെ പോലും ചെയ്ത കുട്ടിയുടെ ഹെയറിൽ നന്നായി ഓയിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയർ സ്റ്റൈൽ നമുക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് ഹെയർ നല്ല ഡ്രൈ ആക്കി വെക്കണം. എന്നാലാണ് സ്റ്റൈലിങ് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ സ്ലീപ്പ്, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറെ ബ്രൈഡൽസ് ഉറങ്ങാതെ അതിനെ ഓടിയിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പക്ഷെ അത് കുറച്ചിങ്ങനെ നമ്മൾ ക്ഷീണമാണെങ്കിൽ നമ്മളത് മേക്കപ്പ് നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷെ ഇതാണ് സംഭവം, മാറ്റാൻ പറ്റില്ല. നവ്യ നായർ, അനുശ്രീ, ദിവ്യ ഉണ്ണി ഇവരിൽ ആർക്കാണ് ട്രഡീഷണൽ മേക്കോർ കൂടുതൽ സെറ്റ് ആകുന്നത്? കുറച്ച് ടാസ്ക് ആണെന്നല്ലേ. നവ്യ ചേച്ചി ഉണ്ട്, അനുശ്രീ ഉണ്ട്, ദിവ്യ ഉണ്ണി ഉണ്ട്. അല്ലെങ്കിൽ അനുശ്രീനെ നമുക്ക് കട്ട് ചെയ്യാം. ദിവ്യോണി, നവ്യ ചേച്ചി. ഇവർക്ക് നവ്യ ചേച്ചിയുടെ കൂടെ കുറെ കോമഡി സ്റ്റാർസ് അടിപൊളിയായിരുന്നല്ലേ? അനുശ്രീ, അനുസിത്താര, മഹിമ ഇവരെല്ലാം ഒരേ ടൈമിൽ വിളിച്ചു. ആർക്ക് ഡേറ്റ് കൊടുക്കും? ഉറപ്പായിട്ടും നമുക്ക് അനുശ്രീനെ കട്ട് ചെയ്യാം. എല്ലാത്തിലും അനുശ്രീനെ കട്ട് ചെയ്യാം. നമുക്ക് അനുസിത്താര, മഹിമ, ശ്വേത മേനോൻ ഇവര് 3 പേരുടെ ടൈമിൽ വിളിച്ചു. ആർക്ക് ഫസ്റ്റ് വിളിക്കണ ആരാണ്? അത് പറ്റത്തില്ല. 3 പേര് ഒരുമിച്ച് മെസ്സേജ് അയച്ചു. പിങ്കി എനിക്ക് നാളെ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആർക്ക് ആദ്യം സ്പോട്ട് കൊടുക്കും? അത് ടാസ്ക് ആണ്. ശരിക്കും ഞാൻ കൂടുതലും ചെയ്യണ ഇപ്പൊ അനുവിനെയും അനുസിത്താര, മഹിമ ഇവർക്ക് 3 പേർക്കാണ് എപ്പോഴും ചെയ്യണത്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ അനുസിത്താരാണ് മഹിമ എന്ന് ചോദിച്ചാല് അല്ല, ആദ്യം ഫസ്റ്റ് എന്തായാലും ഒരുമിച്ച് കറക്റ്റ് ടൈം വരില്ലല്ലോ, ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആരാണ് ഫസ്റ്റ്? അവർക്ക് ആരാണ് എനിക്ക് ആദ്യം നയിക്കുന്നത്, അവർക്കാണ് എന്റെ വർക്ക്. സ്ക്രീനിൽ കുറച്ച് ആക്ടേഴ്സിന്റെ ഫോട്ടോസ് കാണിക്കും. സോ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ബ്യൂട്ടി ഫീച്ചേഴ്സ്. ഇപ്പൊ ചിലവരുടെ കണ്ണായിരിക്കും നല്ല ഭംഗി, ചിലവരുടെ ഐബ്രോസ് ആയിരിക്കും ഭംഗി. അപ്പൊ മാമിന് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി ചേച്ചിക്ക് എന്താ തോന്നുന്നത് അതൊന്ന് പറഞ്ഞാൽ മതി. സോ ഫസ്റ്റ് ആരെ വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിഖില വിമൽ. എനിക്ക് നിഖിലയുടെ എനിക്ക് മൊത്തത്തിലുള്ളൊരു സൗന്ദര്യമാണ് ഇഷ്ടം. ഫേസിൽ അങ്ങനെ എടുത്തു പറയാന്നല്ലാണ്ട് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഓക്കെയാണ്. വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആള് ഭയങ്കര ഫണ്ണാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല വർക്ക് ചെയ്യാൻ നല്ല ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ റീമ ചേച്ചി. എനിക്ക് റീമ കണ്ണാണ് ഇഷ്ടം. കണ്ണ് ഐ തിങ്ക് കുറെ മുന്നേ വർക്ക് ചെയ്തല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ യുവർ ഫേവറേറ്റ്, പേഴ്സണൽ ഫേവറേറ്റ്, ഇതാണ് വെയിറ്റ് ചെയ്തിരുന്നത്, അനുശ്രീ. ഈ മേക്കപ്പ് ആരാ ചെയ്തേ? ഇത് ഞാനല്ല ചെയ്തിരിക്കുന്നത്, എനിക്ക് സാഹിത്യ സുഹൃത്താണ്. അനുശ്രീക്ക് ഏതാ? അനുശ്രീക്ക് എല്ലാം ഭംഗിയുണ്ടെന്ന് പറയുമ്പോ. അതെ, അനുവിന്റെ മെയിൻ മേക്കപ്പിൽ ഐബ്രോ മാറാൻ പാടില്ല. സെയിം തന്നെ ഐബ്രോ വരയ്ക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ അനുവിന്റെ ഫേസ് മാറും. പിന്നെ അനുവിനെ നമ്മൾ ശരിക്കും എപ്പോഴും ചെയ്യണ കൺസീലർ മേക്കപ്പ് ആണ്. ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല, ജസ്റ്റ് കൺസീലർ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ചെയ്യാറ്. കാരണം ഫൗണ്ടേഷൻ ഇട്ടാൽ ഞാൻ അനുവിന്റെ ഫേസ് മാറും, ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക്. അതുകൊണ്ടാണ്. പിന്നെ അയ്യും നമ്മൾ മേലെ മാത്രം ലൈറ്റ് ആയിട്ട് സ്മജ് ചെയ്ത് അങ്ങനെയാണ് സ്ഥിരം നമ്മൾ അനുവിന്റെ വർക്ക് ചെയ്യണ സമയത്ത് അങ്ങനെ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഭയങ്കര കമ്പനി ആയിട്ട് എല്ലാം പറഞ്ഞ് നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങോട്ട് ടൈം പോണത് അറിയില്ല. ഏതെങ്കിലും ദിവസം പിങ്കി എനിക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? മേക്കപ്പ് ഇഷ്ടപ്പെട്ട് നല്ല ആട്ടാട്ടും ചിലപ്പോ എന്താടി കാണിക്കണം എന്റെ ഹെയർ എന്നൊക്കെ ചോദിച്ചാള്. പക്ഷെ ഭയങ്കര കംഫർട്ടാണ്. ചേച്ചി ഭയങ്കര കോമഡിയാണ്, അടിപൊളിയാണ്. നമുക്ക് കോമഡി തന്നെ ആദ്യം പറയാം. എന്താണ് ഭയങ്കര കോമഡി ആയിരിക്കുന്നത്? അതായത് ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എന്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴ് അതിനെ പറ്റിയൊക്കെ ചോദിക്കല് ഭയങ്കര കോമഡി, ക്യൂരിയസ് ആണല്ലേ അറിയാനായിട്ട്. ഏത് ഭാഗമായിരിക്കും നല്ല രസം? നോസ് നല്ല ഷാർപ്പാണ്, പക്ഷെ മേക്കപ്പ് ചെയ്ത ഭയങ്കര രസമാണ് ചേച്ചി. നല്ലതാ, നല്ല രസമാണ്. നെക്സ്റ്റ് വൺ സാനിയ സ്കിന്ന് നല്ല ഭയങ്കരാണ്, സിമ്പിൾ ആണ്, പെട്ടെന്ന് മേക്കപ്പ് കഴിയും. സ്കിൻ കെയർ റൂട്ടീൻ നല്ലതാ. ഏതായിരിക്കും വെസ്റ്റേൺ? സാനിയ വർക്ക് ചെയ്യാൻ നല്ല കുട്ടിയാ, നല്ല കംഫർട്ട് ആക്കും അല്ലേ? വെസ്റ്റേൺ ആണ്, കുറച്ച് വെസ്റ്റേൺ ആണ്. സത്യം. മഹിമ. മഹിമാനെ ഞാൻ എനിക്ക് തോന്നുന്നു മധുരാജ് തുടങ്ങിയുള്ള
ഫ്രണ്ട്ഷിപ്പാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ അവാർഡ് നൈറ്റ് ഷോക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ തമിഴ് മൂവി ചന്ദ്രമുഖി അതിൽ ലോറൻസ് സാറിന്റെ ഇതായിരുന്നു പേരായിട്ടായിരുന്നു അതിൽ. അപ്പൊ അതിൽ വർക്ക് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഷോ ആഡൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ RDX കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 പടപ്പ് ഞാൻ ചെയ്തു. അതിന്റെ ഇടയിൽ തമിഴും ചെയ്തു, വേറെ 2 മൂവീസ്. ഭയങ്കര കമ്പനിയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഭയങ്കര പ്രൊഫഷനാണ്. ടൈമിംഗ് ഒക്കെ പക്കാണ്. 7 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 6:50 വിത്ത് മേക്കപ്പില് 6:50 ഉണ്ടാവും. ഭയങ്കര കംഫർട്ടായിട്ട് ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കാണുകയും അത് നല്ല നല്ല അടിപൊളി കുട്ടിയാണ്. ഏത് ഫീച്ചർ ആയിരിക്കും നല്ല രസം കാണാനായിട്ട്? എനിക്ക് സ്മൈലും ഭയങ്കര ക്യൂട്ടാണ്. എല്ലാ ലുക്കും ഹാൻഡിൽ ചെയ്യാനുള്ള തോന്നിയിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ ഞാൻ ടിയ മരിയയ്ക്ക് വേണ്ടി ഓണം വന്നപ്പോ അതിൽ വിഷുവിനും തോന്നുന്നു അതിൽ നല്ല രസമാണ്. ട്രഡീഷണൽ ലുക്കും നന്നായി ചേരും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാസിക്ക് ചെയ്തിട്ട് 2-3 തവണ ഓക്കെയാണ്. കംഫർട്ടാണ്. ഏത് ഫീച്ചർ കുറച്ചുകൂടി നന്നായിരിക്കും? സ്വാസിക്ക് മൊത്തത്തിലൊരു ഇതാണ്. എനിക്കിങ്ങനെ ഫീച്ചേഴ്സ് എടുത്ത് ലിപ്പ് നല്ലതാ. എനിക്ക് പേഴ്സണലി തോന്നി ട്രഡീഷണൽ ട്രഡീഷണൽ ലുക്ക് നല്ലതാ. അനുസിത്താര ഭയങ്കര കമ്പനിയാണ്. എപ്പോഴും വിളിക്കും, സംസാരിക്കും. ഞാൻ തന്നെ ചെയ്ത മേക്കപ്പാണ്. ഭയങ്കര ഡ്രസ്സിംഗ് സെൻസ് ആണല്ലേ. പിന്നെ വെച്ചാല് ഭയങ്കര മേക്കപ്പ് ഇടയില്ല, സിമ്പിൾ ആയിട്ടാണ് ഏറ്റവും ഇഷ്ടം. ട്രഡീഷണൽ നന്നായി പോവുള്ളൂ. കണ്ടിട്ടില്ല. പിന്നെ ഭയങ്കര കമ്പനിയാണ്, വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്, എപ്പോഴും വിളിക്കാറുണ്ട്. ലാസ്റ്റ് നമ്മുടെ ലെജൻഡറി ആക്ടർ ഷീലമ്മ. ഐ തിങ്ക് ഷീലമ്മയുടെ ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നല്ലേ, ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? അതായത് എനിക്ക് ഷീലമ്മ എന്നെ ഇതിക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ ഒന്നും എനിക്ക് വർക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓൾറെഡി ഞാൻ ഷൂട്ടിനെ പോയപ്പോ കണ്ടങ്ങനെ പരിചയപ്പെട്ടതാണ്. ഒന്നാമത് ഷീലാമ്മ സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യുക. സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഈ കണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അത്രമാത്രമേ മാറ്റുള്ളൂ. പിന്നെ വെച്ചാല് ഷീലാമ്മ വെച്ചാല് പണ്ടത്തെ പ്രോഡക്റ്റാ, അതായത് പണ്ടത്തെ കാലത്തെ സ്റ്റൈലാണ്. കോമ്പാക്ട് ഒന്നും ഉപയോഗിക്കൂല. അതായത് കോമ്പാക്ട് കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. മെയിൻ ആയിട്ട് ഹെയർ ആണ്. ഹെയർ സ്റ്റൈല് ഉദ്ദേശിച്ച പോലെ പെർഫെക്ഷൻ വേണം ആൾക്ക്. അതായത് നമ്മളിങ്ങനെ വിഗ് വെച്ചിട്ട് വിഗിലാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. പിന്നെ ബാംഗിൾസ് ഭയങ്കര എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ 79-80 വയസ്സായി, പക്ഷെ ഭയങ്കര സുന്ദരിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കണ് ആയ 10, 20, 24 വയസ്സിലൊക്കെ എങ്ങനെ ആയിരിക്കുന്നു ഇപ്പൊ ഇങ്ങനെയാണെങ്കിലേ. കാരണം വെച്ചാൽ പണ്ട് കാലത്തൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പോലെ സർജറി ഒക്കെ ഫേസ് അങ്ങനെ ഒന്നുമില്ല. ആ സമയത്തുള്ള സൗന്ദര്യമാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഭയങ്കര ഹാപ്പിനെസ്. നിർബന്ധങ്ങളുണ്ടോ ആൾക്ക് എന്തെങ്കിലും? നിർബന്ധങ്ങളല്ല, നമ്മളിപ്പോ ആട്ടണ ഷീലമ്മയുടെ ടേസ്റ്റ് അനുസരിച്ച് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പൊക്കോളൂ. ഒരുപാട് ബ്രൈഡൽസിന്, ഒരുപാട് ഫാമിലീസിന്, ഒരുപാട് കൈൻഡ് ഓഫ് ബിഹേവിയറിന് അതിലൂടെ പോയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ബ്രൈഡൽസിന്റെ ഒക്കെ കൂടെ അങ്ങനെ പോകുമ്പോൾ? നമ്മളിപ്പോ ഒരു ബ്രൈഡ് വിളിച്ച് സംസാരിക്കുമ്പോ അവർക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. അതെ. അപ്പൊ അതായത് ഒരു 3-4 വർഷം മുമ്പ് കുറച്ചും കൂടിയും ഹെവി മേക്കപ്പ് ആയിരുന്നു മുന്നേ, ഒരു 4-5 വർഷം മുമ്പ്. ഇപ്പോഴാണ് ശരി സ്കിൻ ടോൺ മേക്കപ്പ് വന്നത്. ഇപ്പൊ ജസ്റ്റ് ആട്ടാണ് കണ്ണൊന്ന് ഹൈലൈറ്റ് ചെയ്യണ ലിപ്പ്, ഇത് മാത്രമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഇടയിൽ പ്രശ്നം വെച്ചാൽ ബ്രൈഡിനായിട്ട് നമ്മൾ സംസാരിച്ച എല്ലാം ഓക്കെ ആയിരിക്കും. ഇതിന്റെ ഇടയിൽ ഒരു 10-100 അഭിപ്രായങ്ങൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് വരുന്ന അച്ഛന്റെ പെങ്ങന്മാരുണ്ട്, അമ്മായിമാര്. അവരാണ് പ്രശ്നം. ആ മേക്കപ്പ് ഇങ്ങനെയാണ്, അതായത് ബ്രൈഡ്സിനെ അവരങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കും. അതായത് നമ്മൾ സംസാരിച്ച എല്ലാം ഓക്കെ ആയിട്ടാണ് ഇവര് പറയുക ലിപ്സ്റ്റിക് കൂടിപ്പോയി, അത് ഇതൊക്കെയാണ് ഭയങ്കര നമുക്ക്. അതുകൊണ്ട് ഇപ്പൊ മിക്ക ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വീട്ടില് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യിക്കാറില്ല. അവര് അതിന് ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ്. ആരും ഉണ്ടാവില്ല, ഒരു ഫ്രണ്ട് ഉണ്ടാവും, 2 ഫ്രണ്ട്സ് ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. പിന്നെ മേക്കപ്പ് കഴിയാറാകുമ്പോൾ അതിലും വന്ന് കൊണ്ടുപോവാ, അച്ഛനമ്മ ഒക്കെ വരാം. അങ്ങനെ ആ അഭിപ്രായങ്ങളാണ് കുറച്ചും കൂടി ഒരു ഇത് പ്രശ്നം. മാമിന് അപ്പൊ എങ്ങനെ ഒരു സെപ്പറേറ്റ് ഹോട്ടൽ റൂമിൽ വർക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന ഇഷ്ടം? മാമിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എനിക്ക് ഹോട്ടലിൽ ചെയ്യണതാണ്. അപ്പൊ നമുക്ക് ഒരു ബ്രൈഡ്സിനെ കണ്ടാൽ നമുക്ക് സ്കിന്ന് കണ്ടാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഈ മേക്കപ്പ് ആയിരിക്കും, ഈ ഹെയർ ആയിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഭംഗി ഉണ്ടാവും എന്നുള്ളത് നമുക്ക്
അറിയാം already. ഇതേപോലെ ബ്രൈഡ്സിന് അവരുടേതായ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ ചെയ്യാം. അതിൻ്റെ 100 അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം. പണ്ടൊക്കെ ആക്ടേഴ്സ് ആയിരുന്നു ലൈക്ക് ഈ സർജറി ചെയ്യാൻ പോകുന്നത്, ലൈക്ക് സ്പെഷ്യലി ഗ്ലൂട്ടത്താനൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ പക്ഷെ നോർമലായിട്ട് മൂവിയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർ വരെ അത് എടുത്തു തുടങ്ങി ഈ ആക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് കാരണം. അത് മാമിന് എത്രത്തോളം ഇഞ്ചക്ഷൻ ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ 3 ക്ലിനിക്കിൽ ചെയ്തു. ഈ 3 ക്ലിനിക്കിലും ചെയ്തപ്പോൾ എനിക്ക് അലർജിയാണ് വന്നത്. അതായത് ഇത് ചെയ്യുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരീരത്തിലും കയ്യിലൊക്കെ ഇങ്ങനെ കുരുക്കൾ ഇങ്ങനെ അങ്ങനെ പൊന്തി, പിന്നെ ഇങ്ങനെ ഭയങ്കര ഇച്ചിങ് ചൊറിയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോ സ്കിന്നിന്റെ കുഴപ്പമുണ്ടാവില്ല, അടുത്ത ഇതാകുമ്പോൾ സെറ്റ് ആകുമ്പോൾ ശരിയാവുന്ന പറഞ്ഞത്. പക്ഷെ അത് മാറില്ല. അതേപോലെ ടാബ്ലറ്റ് ഉണ്ട്, ടാബ്ലറ്റ് കഴിക്കുമ്പോഴും എനിക്ക് അലർജി വന്നു. ടാബ്ലറ്റ് വെച്ചപ്പോൾ ഒന്നും കൂടി ഭയങ്കരമായിട്ട് പൊന്തി ഇഞ്ചക്ഷനേക്കാളും. എന്നിട്ട് വേറെ ക്ലിനിക്കിൽ ഞാൻ പോയി, അവിടെ ഇതാണ്. അങ്ങനെ ഡോക്ടർ അഞ്ജന, സ്കിൻ സീക്രട്ടിന്റെ ഡോക്ടർ അഞ്ജന പറഞ്ഞത് ഇത് ഒരു 2% ആളുകൾക്ക് വരുന്ന ഒരു ഇതാണ്, അതുകൊണ്ട് പിങ്കിക്ക് ഗ്ലൂട്ടോത്തിൻ ഇഞ്ചക്ഷൻ പറ്റില്ല. അപ്പൊ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. നമ്മുടെ ഹെൽത്ത് നോക്കി സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ച് പോവാണെങ്കിൽ. അതെ നമ്മള് അതായത് ഫസ്റ്റ് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് അലർജി ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ തിരിച്ചു വരുന്നവരും ഉണ്ട് ഡോക്ടർ ഇങ്ങനെ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻ കൊടുത്ത് വിടാറുണ്ട്. പക്ഷെ ഇങ്ങനെ പൊന്തൽ ഇല്ല എനിക്ക്. പക്ഷെ ഭയങ്കര പ്രശ്നമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതായത് നമ്മളുടെ ബോഡി ഭയങ്കര സേഫ് ആക്കാന്നുള്ളതാണ് മെയിൻ ആയിട്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം രീതിയും ഇതുകൊണ്ട് അങ്ങനെ വലിയ സൈഡ് എഫക്റ്റോ കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഗ്ലൂട്ടോത്തിൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. മാമിനോട് ചോദിക്കണം, ഇപ്പൊ കറന്റ് ലീഡിങ് നിൽക്കുന്ന ആൾക്കാർ എടുക്കുന്നുണ്ടോ ചോദിച്ചാൽ മെജോറിറ്റി ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ബ്രൈഡ്സ് ആണെങ്കിലും ചെയ്യുന്നുണ്ട് വെഡിങ്ങിന് ആ ദിവസം മുന്നേ. അതല്ലാണ്ട് നോർമലി ഇങ്ങനെ കളർ കുറഞ്ഞ ആളുകൾ വെളുക്കാൻ വേണ്ടി ചെയ്യുന്നത് വലിയൊരു അത് തെറ്റായിട്ടുള്ള സംഭവം ഒന്നല്ല. നമ്മളുടെ ബോഡി നമ്മൾ കാത്തു സൂക്ഷിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. മാമിന്റെ ക്ലയൻസിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? ഞാൻ പറയാറുണ്ട്. നോക്കിക്കോ, ഞാനിപ്പോ സലൂണിലല്ല വിടാറ്, ക്ലിനിക്കുകളിലാണ് വിടാറ്. കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പൊ ഒന്നും കൂടി സ്കിന്ന് മാറും. അതായത് ഭയങ്കര പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു 6 മാസം ഒരു 1 ഇയർ ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്താൽ പക്കാവാറുണ്ട് സ്കിന്ന്. പിങ്കിയുടെ ഫാമിലിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഫാമിലി വീട്ടിലിപ്പോൾ അമ്മ, ചേട്ടൻ, വൈഫ്, കൊച്ച്, ഞാനും. ചേച്ചി കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരും. ഹസ്ബൻഡായിട്ട് തൃപ്രയാർ താമസിക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് ഒരു 22 വർഷമായിട്ടുണ്ടാവും. കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് സർജറിക്ക് മുന്നേ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രഷർ, സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് പിങ്കിക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരുപാട് എൻ്റെ കമ്മ്യൂണിറ്റിയുള്ള വിഷമങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെ അവിടെ വീട്ടിൽ പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രദേഴ്സ്, ആങ്ങളമാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന അമ്മമാർ, അച്ഛൻ, അങ്ങനെ പല ആളുകളും ഇങ്ങനെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ജെൻഡറിനെ പറ്റിയ ഒരു സംസാരമോ ഒന്നും ഉണ്ടായി വീട്ടിൽ തന്നെയല്ല. എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മയുടെ ഫാമിലി ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എൻ്റെ തുടക്കം മുതൽ ശരിക്കും ഞാൻ 2011 ചേഞ്ച് ആയ ഒരാളാണ്. ആ ടൈമിൽ എൻ്റെ നാട്ടിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടി അങ്ങനെ ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത് മിക്ക ആളുകളും സംസാരിക്കുമ്പോൾ അത് പിങ്കിയുടെ ഭാഗ്യാന്നാ പറയണേ. കാരണം എല്ലാവർക്കും ഭയങ്കര വിഷമം. എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ ടൗണിൽ പോകുമ്പോഴും നമ്മൾ അറിയാത്തവർ നമ്മളെ നോക്കുമല്ലോ ആ ടൈമിൽ. അതായത് ഒരു തവണ നോക്കണോണ്ട് കുഴപ്പമില്ല, 2ാമത്തെ തവണ നോക്കിക്കോട്ടെ, ഈ 3ാമത്തെ തവണയെങ്കിൽ 4ാമത്തെ തിരിഞ്ഞു നോക്കൂലേ, അതൊക്കെ ആ ടൈമിലൊക്കെയാണ് പ്രശ്നം. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി അവരെ ഫ്രണ്ടിൽ ചെന്നിട്ട് നിൽക്കും. ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ അടി തുടങ്ങി മുടി വരെയും കാണണം. കണ്ടിട്ട് ഭയങ്കര തൃപ്തിയായെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് കളിയൊക്കെ കണ്ടി ചിരിച്ചോളൂ, ഇപ്പൊ സമാധാനമായില്ല. അപ്പൊ അവരെ മുഖത്തടിച്ചതിനേക്കാളും വലിയ സത്യം. അങ്ങനെ ഞാൻ കൊടുങ്ങൂല്. പിന്നെ ചില എന്നെ സംബന്ധിച്ച് കൊടുങ്ങൂല് ട്രാൻസ്ജെൻഡർ ഉണ്ടായില്ല. 2011-12 ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഷൈ ആയിട്ടുള്ള ആളുകളായിരുന്നു. അത് പാൻറ് ഷർട്ട് നോർമൽ. അപ്പൊ ആ ടൈമിൽ ഞാനിങ്ങനെ മാറുമ്പോൾ അന്ന് 2 വീലറില്ലേ, ബസ്സിനാണ് പോണത്. അപ്പൊ ആ ബസ്സിനെ കയറുമ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ ചെന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ, ഇന്നിപ്പോൾ അവരൊക്കെ ഡ്രസ്സൊക്കെ ഇപ്പൊ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സർജറി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ അന്ന ടൈമിൽ എന്നെ കാണുമ്പോൾ ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ഓടിപ്പോവും എന്നെ കാണും. അതായത് അവരൊക്കെ ആണുങ്ങളാണ്, പബ്ലിക്കിൽ അവർ ആണുങ്ങളാണ്, പക്ഷെ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ
സ്ത്രീ ഉണ്ടെങ്കിൽ പോലും പബ്ലിക്കിൽ ആ ടൈമിൽ ആരും മാറിയിട്ടില്ലല്ലോ. അപ്പം എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ട് ഇരുട്ട് ടൈമിലൊക്കെ വന്നിട്ട് പിങ്കി എന്താണ് വിശേഷം, സുഖമാണെന്ന് എനിക്കെന്നൊക്കെ ചോദിക്കും. അതല്ലാണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി പോലെ തന്നെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതെനിക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ അപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ ആണിൽ നിന്ന് പെണ്ണാവുന്ന ഒരാളാണ്, ഇതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടാണ് പുറത്തേക്ക് പോകണത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിഷം. പിന്നെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, ഞാനൊരു ഡ്രസ്സ് ഇട്ടാൽ പോലും അമ്മ പറയും, അയ്യോ നിനക്ക് ഈ ഡ്രസ്സല്ല മറ്റേത്, അത് ഇടുമ്പോൾ നിനക്ക് ഭംഗി എന്ന് പറയും. അത് ഏറ്റവും വലിയ എൻ്റെ ജീവിതം ഏറ്റവും വലിയൊരു അവാർഡാണ്. മനസ്സിലായോ? കാരണം വെച്ചാൽ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ ചേട്ടൻ, എനിക്ക് അതൊന്നല്ല മെയിനായിട്ട്, ഏറ്റവും മെയിനായിട്ട് വന്ന എനിക്ക് സംഭവം, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു ഫേസ്ബുക്കിൽ, ചേച്ചി കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൻ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യണ ആളെ, കണ്ണെന്ന് പറഞ്ഞ എൻ്റെ ബ്രദർ. അപ്പോൾ ചേച്ചി 2014 ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ, വീട്ടിൽ വരുന്നതിന് മുമ്പ് ചേട്ടൻ പറയാം എൻ്റെ അനിയൻ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ ഒരു 3-5 സുഹൃത്തുക്കളുണ്ടായി മാറുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കളിയാക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ നിൽക്കരുത്, അവനിങ്ങനെ മാറുന്ന ഒരാളാണ്, അപ്പോൾ അല്ലെങ്കിൽ അവനക്ക് വിഷമാവുന്നു. ആ ടൈമിൽ എൻ്റെ ചേട്ടൻ അവരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ കൊണ്ടുവരുന്നത്. അത്രയും വലിയ സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാണ്. അത് 2020 സർജറി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ചേച്ചി ഭയങ്കര അഭിനന്ദന, സർജറി കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ചേട്ടൻ ഇത്ര സപ്പോർട്ടാണെന്നുള്ളത് അപ്പോഴാണ് ആ പയ്യൻ പറയണത്. അത്ര എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, നാട്ടുകാരാണെങ്കിലും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ വിഷമം വന്നിട്ടില്ല എൻ്റെ ലൈഫിൽ. എൻ്റെ ജെൻഡറിനെ പറ്റി എനിക്കൊരു വിഷമം വന്നിട്ടില്ല. ഇപ്പൊ അതുപോലെ തന്നെ 2 എറയിലൂടെ പോയിട്ടുണ്ട്. ഒരു ബോയുടെ ലൈഫ് എന്താണ്, ഒരു ഗേളുടെ ലൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർജറി ഒക്കെ ഒരു വുമൻഹുഡിലോട്ട് വരുന്ന ടൈമില് അതും തന്നെയല്ലേ ശരിക്കും പറഞ്ഞാലേ, ജനിച്ച് ശരിക്കും നമ്മൾ എന്താണെന്ന് അറിയാൻ നമ്മളുടെ ഒരു കൗമാരപ്രായമുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ജെൻഡർ എന്താണെന്ന് പറയാം. അതിന് മുമ്പ് നമ്മൾ കളിക്കുന്നു, നമ്മൾ പോകും, നമുക്ക് നമ്മുടെ വികാര വിചാരങ്ങൾ എന്താന്ന് പോലും നമുക്ക് അറിയില്ല. ഈ ടൈമിലാണ് എൻ്റെ ചേഞ്ച് അറിയുന്നത്. അപ്പം ഞാനിതെന്താണ്, എനിക്കെന്താണ് ഇങ്ങനെ ആയിട്ട്, ഇപ്പോൾ ആണുങ്ങളെ കാണുമ്പോൾ നമ്മൾ നോക്കാം, ഒരു ഇഷ്ടം വരാം, ഇതൊക്കെ ആകുമ്പോഴേ നമുക്ക് ആരോടും പറയാനില്ല. ഇതിപ്പോൾ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് എൻ്റെ കമ്മ്യൂണിറ്റികളുടെ ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് പേരെന്ന് അറിയുമ്പോഴാണ് എനിക്ക് സമാധാനം, എനിക്കൊരു ഇങ്ങനെ വന്നത്. അപ്പം ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ പെണ്ണാണ് ശരിക്കും, മനസ്സുകൊണ്ട് ശരിക്കും അന്നും പെണ്ണാണ്. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് എയർപോർട്ടിലൊക്കെ പോയപ്പോഴാണ്. അതായത് ഈ ടോയ്ലറ്റ് വലിയൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ ടോപ്പ് ഇട്ടിട്ട് നമ്മൾ പോയപ്പോൾ ഒരു സർജറി കഴിയാത്തതുകൊണ്ട് ഇപ്പം നമ്മളൊരു പെട്ടെന്ന് ഏതിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം വെച്ചാൽ അത് മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ്. അവിടെ നിന്ന് ഒരു മാറ്റം വന്നത്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സംഭവം വന്നത് സർജറി കഴിഞ്ഞ ശേഷം. പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഏത് ഏജിലാ വീട്ടുകാരുടെ ഓപ്പൺ അപ്പ് പറഞ്ഞു? എനിക്ക് ഇങ്ങനെ വീട്ടുകാരായിട്ട് തന്നെ പറയേണ്ടി വന്നിട്ടില്ല. അവർക്ക് അറിയാം ഓൾറെഡി മുതൽ നമ്മളുടെ ഇങ്ങനെ ഓരോ ഇത് കാണുമ്പോഴും എൻ്റെ ചേച്ചിക്ക് എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു ആദ്യമേ. അപ്പൊ അവരിങ്ങനെ പറയൂല എന്നുള്ളത്, പക്ഷെ അവർക്ക് അറിയാം ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ഞാനിങ്ങനെ സ്ത്രീ ആവാൻ പോവാണ് എന്ന് പറയാണ്ട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി അതാണ്. അവർ ഈ സർജറി കഴിഞ്ഞിട്ട് പോലും സർജറി കഴിഞ്ഞ് എന്നല്ലാണ്ട് എന്തിനു ചെയ്തു എന്തിനാണെന്നൊന്നും ഇതേവരെക്ക് ചോദിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ലൈക്ക് ഫാമിലി സപ്പോർട്ടാണ്. പക്ഷെ ഫ്രണ്ട് സൈഡിൽ നിന്നായാലും അറിയുന്ന ആൾക്കാരായാലും കുറച്ചൊരു അവോയ്ഡിങ് നമ്മൾ നേരിട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ കൊടുങ്ങൂർ MES അസ്മാബി കോളേജ് എന്ന് പറയും, അതായത് നമ്മളുടെ ഡയറക്ടർ കമൽ സാറിൻ്റെ ഒക്കെ വൈഫൊക്കെ അവിടുത്തെ പ്രൊഫസറാണ്. ആ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ 2015 അതായത് നമ്മളെ ചേഞ്ച് ഇങ്ങനെ വരികയാണ്. ആ ടൈമിൽ എൻ്റെ ഒപ്പം കോളേജ് മേറ്റ് അങ്ങനെ എന്നെ കണ്ടു അവരും ഒളിച്ചിരുന്നിട്ടുണ്ട്. അതായത് ഞാൻ ഒരാളുടെ അടുത്തും പോയിട്ട് സംസാരിക്കില്ല, പക്ഷെ അവര് നമ്മൾ നടന്ന് വരുമ്പത്തിന് ഷോപ്പിന്റെ അകത്ത് കയറിയിരിക്കും. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ഞാൻ ആ വസ്തുക്കേ പോവാറില്ല. പക്ഷെ അവരൊക്കെ ഒരു 2018-20 ആയതിനും ഈ ഒളിച്ചിരുന്നവരൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ദേ പിങ്കി വരുന്ന പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സത്യം, ഫാമിലി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ്. കാരണം നേരത്തെ പറഞ്ഞു സ്ട്രഗിൾസ് അങ്ങനെ മറ്റുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോൾ അത്രയ്ക്കില്ല. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. റൂട്ട്സിൽ നിന്ന് തന്നെ ഭയങ്കര സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറയാല്ലേ, ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയപ്പോൾ അമ്മയും ഞാനും ചേച്ചിയും ചേട്ടനായിരുന്നു. ഞാനപ്പം അന്ന് ജോലി ചെയ്തിട്ടാണെങ്കിൽ ഈ കുറികളൊക്കെ വെക്കാറുണ്ട്. വെച്ചിട്ടാണ് എൻ്റെ ചേച്ചി ഞാനാണ് കല്യാണം കഴിച്ച്
വിട്ടത് അന്ന്. അത് 2009 ഏത് ഏജിലായിരിക്കും ഇപ്പൊ അത്? ഞാൻ 22 വയസ്സുള്ളപ്പോഴ് അതാ 2009 ഞാൻ ചേച്ചിക്ക് അതായത് 20 പവന് 1 ലക്ഷം രൂപയും കൊടുത്ത് ശ്രീധരൻ കൊടുത്ത് ഞാൻ കല്യാണം നടത്തിയ ഒരാളാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ട് ചെയ്ത് ഫാമിലി നോക്കുന്ന ആ സെയിം സപ്പോർട്ട് തന്നെ എനിക്ക് അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ജെൻഡറിനെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ ഇതിനെ പറ്റിയോ ഒന്ന് ചോദിക്കാനോ പറയാനില്ല. കാരണം ഞാൻ അത്രയും ഫാമിലി ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. മാം ഒരുപാട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്, തെലുഗു, മലയാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ ഒരു കംഫർട്ട് സ്പേസ് ഏതാ ചോദിച്ചാൽ ഏതായിരിക്കും? എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ തെലുങ്ക് ചെയ്തിട്ടുണ്ട്, തമിഴ്, മലയാളം ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നത് തമിഴാണ്. കാരണം വെച്ചാൽ ഇവിടത്തെക്കാളും ഭയങ്കര റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തരുന്ന കുറേ സ്വീകാര്യത, അതായത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നിന്ന മേക്കപ്പ് ആണെങ്കിൽ പോലും നമുക്കൊരു ആക്ട്രസിന് കിട്ടുന്ന അതേ സെയിം അത് കിട്ടണം എന്നല്ല കേട്ടോ നമ്മൾ പറഞ്ഞത്. അതേപോലെ നമ്മൾ അവർ പരിഗണിക്കാൻ മേഡം എന്നല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ വിളിക്കില്ല. അതായത് അതായത് ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻ്റെ ഒക്കെ മെയിൻ കൺട്രോളർ, അവിടുത്തെ മെയിൻ മാനേജറൊക്കെ നമ്മൾ മേഡം എന്ന് അവർ വിളിക്കണം. മലയാളത്തിൽ പ്രസന്റ് ഇപ്പം എല്ലാവരും അല്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ലൊക്കേഷനിൽ ചെന്നാൽ കുറെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവരിൽ നിന്നില്ല, എന്നാൽ പോലും ഉണ്ട് മലയാളത്തിൽ. പിന്നെ ഈ മലയാളികളുടെ ഇപ്പൊ തമിഴ് എന്നുള്ള നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ നമുക്ക് റെസ്പെക്ട് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാം. ഞാനൊരു 2015-16 ടൈമിൽ കൊല്ലത്തൊരു സലൂണിൽ പോയപ്പോൾ അവിടെ ഒരു അച്ഛനും മോളിൽ ഇരിക്കണ്ടേ. കുട്ടിക്ക് ഒരു 4 വയസ്സുണ്ടാവും. ആ പെൺകുട്ടി 4 വയസ്സുണ്ടാവും, 4 അല്ലെങ്കിൽ 5 വയസ്സ്. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കണ സമയത്ത് ഈ കുട്ടി അവിടെ നിന്നിട്ട് അച്ഛ അത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ആ കൊച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ ആണാണോ പെണ്ണാന്നുള്ള അച്ഛനോട് ശരിക്കും ചോദിക്കാം. അപ്പൊ അച്ഛൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി. അത് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇതേ സെയിം പ്രായമുള്ള ഒരു കുട്ടി ഞാൻ കൊല്ലിമലയിൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു മഹിമയ്ക്ക് വേണ്ടി തമിഴ്നാട്. അവിടെ ചെന്നിട്ട് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇതേ സെയിം ഏജുള്ള ഒരു കുട്ടി എന്നോട് അക്ക എവിടെയാണ് ഷൂട്ടിങ് എന്ന്. അതായത് അവർക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നുമില്ല. അവർ ഭയങ്കര വിദ്യാഭ്യാസം ഒന്ന് സാധാ കൊല്ലിമല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമം, ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നത്. അവിടുത്തെ ഒരു കൊച്ചിന് അക്കാന്ന് ഒന്ന് ആലോചിക്കണം. ആ ഒരു കൾച്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസം അത് നമ്മൾ പഠിപ്പിക്കണം. എൻ്റെ ഒരു രീതിയുണ്ട്. ഞാൻ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര് അറിയാം. സോ മാമിന് അവരുടെ ചെയ്യുന്ന വർക്കിൽ ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ എനിക്ക് ഈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കട്ടെ, ഫസ്റ്റ് രഞ്ജുമാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രഞ്ജമ്മയുടെ മേക്കപ്പ്, പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞ മമതേച്ചിക്കൊക്കെ ചെയ്യുന്ന മേക്കപ്പ് ഭയങ്കര രസമാണ്. അതായത് നല്ല സ്കിൻ ടോൺ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജമ്മ. എനിക്ക് തോന്നുന്നു മാമിന് അനുസൃത എങ്ങനെയാണോ അങ്ങനെയാണ് രഞ്ജമ്മ മമതേച്ചി. അതന്നെ അങ്ങനെ ഒരു ഇതല്ലേ. ഓക്കെ, റിസ്വാനായിട്ട് നല്ല കമ്പനിയാണ്. എനിക്ക് റിസ്വാന്റെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ന്യൂഡ് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. റിസ്വാനായിട്ട് അടുക്കിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് ഒക്കെ ഉണ്ട്. സുജിത്ത് ഭയങ്കര കമ്പനിയാണ്. കാരണം ഞാനില്ലാത്ത ടൈമിലും അല്ലെങ്കിൽ എൻ്റെ അതായത് അതിന് എറണാകുളത്ത് വർക്കൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും സജിത്ത് സുജിത്താണ്. ശരിക്കും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ മെയിനായിട്ട് സുജിത്ത് രഞ്ജമ്മ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവര് മൂന്നായിട്ട് ഞാൻ ഭയങ്കര കണക്റ്റഡ്. അതുകൊണ്ട് എനിക്ക് സജിത്തിന് സുജിത്ത് ഏറ്റവും ഇഷ്ടം ഹെയർ സ്റ്റൈലാണ്. സൂര്യ ചേച്ചിയുടെ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂര്യ ചേച്ചിയുടെ മേക്കപ്പ് ശരിക്കും രഞ്ജമ്മയുടെ മേക്കപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. കാരണം രഞ്ജമ്മയുടെ അസിസ്റ്റന്റ് ആണ് സൂര്യ ചേച്ചി. അപ്പൊ ആയിട്ടോണ്ട് തന്നെയാണ് ശരിക്കും സൂര്യച്ചിരിയും കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സേഫ് സോൺ ആണെന്ന് ചോദിച്ചാൽ കുറെ പേര് സക്സസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ മാമിന്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയായിരിക്കും? അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് പറ്റിയൊരു നല്ലൊരു ജോലി തന്നെയാണിത് മേക്കപ്പ്. അതായത് നല്ലൊരു ഇൻഡസ്ട്രി ആണ്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മേക്കപ്പ് ഇപ്പോൾ പഠിച്ചാൽ പോലും നമ്മളായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് മേക്കപ്പ് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ മേക്കപ്പിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അത് ശരിക്കും നമ്മൾ അനുഭവത്തിലൂടെ തന്നെയാണ് കുറേയൊക്കെ പഠിക്കുക, ഒരു എക്സ്പീരിയൻസ് ആവുള്ളൂ. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ആണെങ്കിൽ ഒരു ബ്രൈഡലിന് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. പിന്നെ നല്ല വൃത്തിയായി നല്ല രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. എത്ര മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടെന്ന് അറിയോ ഇൻഡസ്ട്രിയിൽ? ഞാൻ ഇന്നാളെ എന്നെ ലുലുവിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് 40,000 പേരാണ്.
ഒരുപാട് സ്ഥലത്ത്, അതായത് കേരളത്തില്. അപ്പൊ അത്ര ആളുകൾ ഇപ്പൊ ഈ പ്രൊഫഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എത്താന്ന് പറയണത് അതന്നെ പണ്ടത്തെ പോലെയല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ ഒരു ലക്കല്ല, അന്നത്തെ സജീഷിന്റെ അടുത്ത് ഇന്നത്തെ സക്സസ് ആയി എന്റെ ഫ്രണ്ടില് വളരെ ഹാപ്പി ആയി ഒരുപാട് സെലിബ്രിറ്റികൾ മേക്കപ്പ് ചെയ്ത് ഒരുപാട് ബ്രൈഡൽസിന്റെ അവരുടെ സ്പെഷ്യൽ ഡേക്ക് ഒരു ലുക്ക് ഓർ കൊടുക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള പിങ്കി വിശാലിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ആ സജീഷിൽ നിന്ന് പിങ്കിലേക്കായത് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം ഇപ്പം ഞാനായിട്ടാണ് ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എനിക്കിനി മുന്നോട്ടുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നന്നായി മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഏജ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓടി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 50 വയസ്സായി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഓടിയാണ്. ആ സമയത്ത് ഞാൻ എന്താണ് പഠിച്ചത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഈ ഏജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതന്നെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും വർക്കൊക്കെ അടിപൊളിയാവട്ടെ. ഇനിയും ഒരുപാട് സെലിബ്രിറ്റികൾക്ക് വർക്ക് ചെയ്ത് നല്ല ഒരു ട്രെൻഡിങ് വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. വിശാലിനെ കാണാൻ പറ്റട്ടെ. അയ്യോ എനിക്കിനി വിശാലിനെ കാണണ്ട. എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട് 6 വർഷമായിട്ട്. അതാ വഴിക്ക് തന്നെ പോയി. അതാ വഴിക്ക് തന്നെ പോയി. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ.